നാട്ടിൽ മൊത്തം അടിപിടിയും സീനൊക്കെ നടക്കുമ്പോൾ സിനിമാക്കാരുടെ ഇടയിൽ വേറൊരു വിഷയം. പ്രമോഷന് അനശ്വര രാജൻ റെഡിയായില്ല എന്നുള്ള ഒരു വൻ ആരോപണവുമായിട്ട് ദീപു കരുണാകരൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം വരുന്നത് ഈ ദീപു കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ആദ്യം പേരൊന്നും പറയാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിയുടെ സിനിമയുടെ പേരും പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കാര്യങ്ങൾ തുടങ്ങിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ദീപു കരുണാകരന് ചിലപ്പോൾ തോന്നിക്കാണും ഇത് നല്ല ഐഡിയ ആണ്, പ്രൊമോഷന് പറ്റിയ പരിപാടി ഇതാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തടേ ബാക്കിയുള്ള ഇൻ്റർവ്യൂസിനകത്തൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ മെല്ലെ മെല്ലെ പേരും പരിപാടികളൊക്കെ ആയിട്ട് മെല്ലെ ഇറങ്ങി. ഓക്കെ, പിന്നെ ഇത് ഫ്ലെയറപ്പ് ആവാൻ ദ മെയിൻ റീസൺ ഇവിടുത്തെ നീലക്കുയിൽ, പച്ചക്കുയിൽ, മഞ്ഞക്കുയിൽ, ഓൾ കുയിൽ ചാനലുകൾ ആര് പോയാലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ആര് പോയാലും അനശ്വര രാജൻ പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ലല്ലേ, അനശ്വര രാജൻ പ്രൊമോഷൻ ഒന്നും പോകാറില്ലല്ലേ, അനശ്വര രാജൻ പ്രൊമോഷൻ ചെയ്യാതെ കാണിച്ചത് മോശമായി പോയല്ലേ എന്നുള്ള ഡയലോഗുകളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരുത്തർ ഇപ്പോൾ ധ്യാനോട് ചോദിച്ചു, അജു വർഗീസിനോട് ചോദിക്കുന്നു, ലാലേട്ടനെയും മമ്മൂട്ടിനെയും കിട്ടി അവരോട് വരെ ചിലപ്പോൾ ഇവർ ചോദിച്ചു പോകുന്നത്. അങ്ങനത്തെ രീതിയിൽ ഈ സാധനം അവർ ഫ്ലെയർ ചെയ്തു. അങ്ങനെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറഞ്ഞ ആരും കേൾക്കാതെയും അറിയാതെയും ഇരുന്ന ഒരു സിനിമ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. വെൽ ഡൺ മിസ്റ്റർ ദീപു കരുണാകരൻ, നിങ്ങളുടെ ഈ ഒരു പ്രൊമോഷൻ ഗിമിക്ക് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് അങ്ങോട്ട് ചെയ്തു. വേറെ ആരും നിങ്ങൾ നോക്കിയില്ല, നിങ്ങളെ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ തന്നെ നിങ്ങളെ സിനിമയുള്ള നടീനെ വെച്ചിട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. കൊള്ളാം. കാരണം എനിക്കതൊക്കെ ഒരു പ്രൊമോഷൻ ഗിമിക്കായിട്ടാണ് തോന്നുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഈ ദീപു കരുണാകരൻ എന്ന് പറഞ്ഞ വ്യക്തി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാനവിടെ പ്ലേ ചെയ്യാം. പുള്ളിക്കാരി അതായത് അനശ്വര രാജൻ പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തില്ല. ഇപ്പോൾ ഈ ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തതെന്ന് പറയുന്നത് ഒരു വലിയ പാതകമാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതായിരുന്നു നമ്മുടെ മേജർ ഒരു റവന്യൂ എന്ന് പറയുന്നത്, നമുക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യത ആ സമയത്ത് പുള്ളി മുഖ്യം കാണിച്ചു എന്ന് പറഞ്ഞതാണ് നമ്മൾ റേസ് ചെയ്തൊരു കൺസേൺ. ഇന്ദ്രജിത്ത് സംസാരിച്ചായിരുന്നു എൻ്റെ അറിവിൽ, ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു റെസ്പോണ്ട് പുള്ളിക്കാരി നോക്കാമെന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ്? ഇൻസ്റ്റയിലൊരു 3 പോസ്റ്റ് ഇടുന്നതായിട്ട് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് കാർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻഫാക്റ്റ് ഇതിലെ മെയിൻ കാസ്റ്റ് ഇത് ഒരു ഹീറോയിൻ ഡ്രിവൺ മൂവിയാണ്, മനസ്സിലായില്ലേ? അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരില്ലാതെ അവർ വരാത്തൊരു പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യം? എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞതൊരു ഇനിയിപ്പം നമ്മൾ വെയിറ്റ് ചെയ്തൊരു OTT റിലീസ് എന്നുള്ള രീതിയിൽ പോവുകയാണോ എന്നുള്ള, കാരണം പ്രൈമറി ആയിട്ട് ആർട്ടിസ്റ്റുകളുടെ ഒരു താല്പര്യം കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമയ്ക്കൊരു വാല്യൂ ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ വഴിയുള്ള നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതാണെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് ചെയ്യണം. അതിനുള്ള കോമ്പൻസേഷൻ അവർ തിരിച്ചു തരണം. ഈ റെമ്യൂണറേഷൻ തന്നിട്ട് ഇത്രയും ചെയ്യുമ്പോൾ ആ കോമ്പൻസേഷൻ നമുക്ക് ഉണ്ടായ നഷ്ടത്തിന് ഒരു വിഹിതം തരാൻ അവർ തയ്യാറാവണം, മനസ്സിലായില്ലേ? അല്ലാതെ ജസ്റ്റ് പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് കാരണമില്ലാതെ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എൻ്റെ കയ്യിലെ മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പം നമുക്കത്രയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിശ്വാസത്തിനുള്ളിൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ ദീപു കരുണാകരൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇത് മാത്രമൊന്നും അല്ല തുടങ്ങിയ ഒരു മനോരമ ന്യൂസിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദീപു കരുണാകരൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കാണും. ആർട്ടിസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റ് നിർബന്ധമായിട്ടും ആ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷനും പരിപാടികളൊക്കെ ചെയ്യണം. അങ്ങനെ മലയാളികൾ ഒരാഴ്ചയുടെ ഒരു ടൈം ഫ്രെയിമിൽ, അല്ലെങ്കിൽ 4-5 ദിവസത്തെ ഒരു ടൈം ഫ്രെയിമിൽ അനശ്വര രാജനെ എയറിൽ കയറ്റി തൂക്കിയടിച്ചു. പക്ഷേ ഇന്ന് അനശ്വര രാജൻ്റെ ഒരു പോസ്റ്റ് വന്നതോട് കൂടിയിട്ട് ടേബിൾസ് ഹാവ് ടേൺഡ്. അനശ്വര രാജൻ്റെ പോസ്റ്റോട് കൂടിയിട്ട് ദീപു കരുണാകരൻ എയറിൽ പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റ് ഞാനിവിടെ വായിച്ചു തരാം. അനശ്വര ഇട്ടത്: തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രമോഷന് സഹകരിക്കില്ല എന്ന് ഇൻ്റർവ്യൂകളിൽ നൽകി എന്ന് അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട്. എന്നേട്ടാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രം 2024 ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. കഴിഞ്ഞ കൊല്ലം ആദ്യം തന്നെ കൃത്യമായി കാശ് എണ്ണി പറഞ്ഞു ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുറിച്ച്
നേരത്തെ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത സാധനം. സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈയെടുത്ത് ഇറങ്ങിയ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്ത വിധം ദീപുവിൻ്റെ കാശെണ്ണിക്കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു. അപ്പോൾ സംഗതി ഞാൻ പറയട്ടെ, ഇതിൽ ഒരു കാര്യം പറയാം. ഈ ദീപു കരുണാകരൻ ഇതിനു മുമ്പ് ഇപ്പം ഞാൻ പ്ലേ ചെയ്ത ഇൻ്റർവ്യൂയുടെ ഏഷ്യാനെറ്റിൻ്റെ പോർഷൻ അല്ലാതെ മനോരമയെ കൊടുത്ത പോർഷൻ അതിനു മുമ്പ് അനശ്വരയുടെ പേര് പറയാതെ അയാൾ ഇരുന്ന് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂയുടെ പോർഷനിലൊക്കെ അനശ്വര രാജൻ സിനിമയുടെ ഈ പറഞ്ഞ ഷൂട്ടിംഗ് സമയത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടായ ടൈമിലൊക്കെ ആ വ്യക്തിയോട് സഹകരിച്ചിരുന്നു എന്നുള്ള രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു ഏഷ്യാനെറ്റിൽ വന്ന വേർഷൻ്റെ അകത്താണ് കോമ്പൻസേഷൻ്റെ കാര്യവും പിന്നെ ഈ പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ എന്താ പറയുക പേയ്മെൻറ്റ് തരാത്ത മേ ബി അതിനെക്കുറിച്ചിട്ടായിരിക്കണം അയാൾ വേറൊരു ഇതിനകത്ത് പറഞ്ഞത്. കുറേ ഷൂട്ടിംഗ് സമയത്തുള്ള ഇഷ്യൂസിലൊക്കെ ഒരുപാട് സഹകരിച്ച വ്യക്തിയാണെന്നുള്ളത്. പിന്നെ ഈ കാശെണ്ണി മേടിക്കുക, അതേപോലെ കൃത്യമായി കാശെണ്ണി മേടിച്ചു എന്നുള്ള സംഗതിയൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ഇതിലാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ മനോരമേൻ്റെ സാധനം കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇന്ദ്രജിത്താണോ അനശ്വര രാജനാണോ ഇതുപോലെ? അല്ല, എനിക്ക് ഇൻസ്റ്റ വഴി എത്തിയത് അനശ്വരയാണ്. പക്ഷെ ഞാൻ പറയുന്നത് പൊതുവെ ഒരു എന്താ പറയുക സഹകരണക്കുറവ് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു ഭയങ്കര ഇതാണ്. വീണ്ടും ഞാൻ എടുത്ത് പറയുന്ന സെയിം പല്ലവി തന്നെ പറയുന്നില്ല. ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയും കൂടിയാണ് അനശ്വര രാജൻ. പക്ഷെ എന്തുകൊണ്ടോ റിലീസ് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ആ സഹകരണം ഉണ്ടായില്ല. അങ്ങിങ്ങ് പറയാനായിട്ട് ചില ചെറിയ ഇന്റർവ്യൂ കൊടുക്കുകയും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയുന്നതല്ലാതെ ഒരു പ്രൊമോഷൻ ഉടനീളമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത്, അത് പ്രത്യേകിച്ചും ഇൻസ്റ്റയിൽ കൂടെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അത് നമ്മളെ ബാധിച്ചു എന്നുള്ളത് ആ വിഷമം നമുക്ക്. കാരണം കുറേ പ്രാവശ്യം നമ്മൾ കുറേ അപേക്ഷിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ട് പോലും ഒരു റെസ്പോൺസ്. അതായത് ഈ ഇന്റർവ്യൂ നമ്മളിപ്പം ഇതിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി പല ചാനലുകൾ ഈ വിഷയം എടുത്തിട്ട് ഈ നിമിഷം വരെ ഒരു റെസ്പോൺസ് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. വിളിച്ചു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പ്രൊമോഷൻ വരെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴോ അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ച് അമ്മയുടെ അടുത്തും മാനേജറിന്റെ അടുത്തോ പറഞ്ഞു സഹകരിക്കും, ഉടൻ തന്നെ വിളിക്കും, ഇപ്പം ചെയ്യും, എന്തോ ഇപ്പോൾ ഒരു മാനസികമായി ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അല്ല എന്തോ അവരുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫൈനലി ഇതിങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ അവസാനം അമ്മയോട് കുറിച്ച് പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു നോക്കി, എൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആരടുത്താണ് നമ്മൾ ആൻസർ ഉള്ളത്, അല്ലെ അക്കൗണ്ടബിൾ ആവുന്ന ആരാണ്? ഈ ഒരു സംഭവം നടക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പാണ്. ആദ്യം ഓഗസ്റ്റ് 22-ാം തീയതി നമ്മൾ റിലീസ് പ്ലാൻ ചെയ്യുക. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡിമോറലൈസ്ഡ് ആയിരുന്നു. പിന്നെ വീണ്ടും ഒരു ഇത് വരുമ്പോൾ വീണ്ടും ഇവരെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഇനി വീണ്ടും ചെന്ന് പ്രൊമോഷൻ വരണമെന്ന് പറയുമ്പോൾ വീണ്ടും അത് ഇരട്ടി ബുദ്ധിമുട്ടാവാൻ പോകുന്നേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, എന്തായാലും വരില്ല. പിന്നെ ഇനി എന്ത് ചെയ്യും, തുറന്നു പറയുന്നതല്ലേ ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അനശ്വരട്ട അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ എന്താ എഴുതിയിട്ടുള്ളത് വെച്ചാൽ ക്യാരക്ടർ പോസ്റ്റർ, ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാക്കളും സംവിധായകനും കാലുപിടിച്ചു പറഞ്ഞിട്ട് പോലും ഞാൻ പ്രമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ടു മുമ്പേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേയൊരു പ്രമോഷൻ ഇൻ്റർവ്യൂ എൻ്റേത് മാത്രമാണ്. ശേഷം ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. റിലീസിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു. അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ശരി, എന്നിട്ട് മൂപ്പര് വന്നിരുന്ന് പറഞ്ഞത് ഇതൊന്നും അല്ലല്ലോ. അല്ല, മൂപ്പര് വന്നിരുന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഒരു പോസ്റ്റും സ്റ്റോറിയും ഇട്ടില്ല. ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഇൻസ്റ്റാഗ്രാം ആ സിനിമയിൽ ഭാഗമായിട്ട് നിന്നതിൽ അനശ്വരയുടേതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അയാൾ സംസാരിച്ചത്. ഓക്കെ, ഞാൻ അടുത്ത പേജ് വായിക്കാം. അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്നു എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ
എന്നെ അറിയിക്കുകയോ ഉണ്ടായില്ല. എന്നാൽ പൊടുന്നനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എൻ്റെ അമ്മ, മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ശ്രീ ദീപു പറയുന്നത്. എന്ന് റിലീസാണെന്ന് ഇന്ന് പോലും എനിക്ക് അറിവില്ലാത്ത ഈ ചിത്രത്തിൻ്റെ പ്രമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രമോഷൻ ആൻഡ് ഇൻ്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണം എന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിപ്പോർട്ടർ ചാനലിൽ ശ്രീ ദീപു കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ ആ സംഭവങ്ങൾക്കും പേരുകൾക്കും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയെയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ പേര് മാത്രം വലിച്ചിഴയ്ക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയെയും ഗുണം ചെയ്യും എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അല്ല, വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചില ഇൻ്റർവ്യൂവിൻ്റെ ബൈറ്റ് കണ്ടപ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട്. ഈ ഇന്ദ്രജിത്തിൻ്റെ ഒരു പോർഷൻ ചോദിച്ചപ്പോൾ മൂപ്പര് ഒരു ഉഴപ്പിയ പോലത്തെ ഒരു സാധനം പറഞ്ഞിട്ട് മാറി. ഓക്കെ, ആ മനോരമയുടെ തുടക്കത്തിൽ ആ വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇൻ്റർവ്യൂവിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ അനശ്വര എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ദീപു കരുണാകരൻ ചിലപ്പോൾ അനശ്വര ഒരു കമ്പാരിറ്റീവ്ലി കുറച്ചെന്താണ് ജൂനിയറാണ്. ബാക്കി സിനിമ ഇൻഡസ്ട്രിയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി അടിച്ചാൽ തന്നെ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ എടുത്തിട്ട് സിനിമയ്ക്ക് ഒന്നും കൂടി മൈലേജ് പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിച്ചതും ആയിരിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ അനശ്വര ചെയ്തിട്ടും ഇയാൾക്ക് ഇനിയും പരിപാടികൾ വേണം അല്ലെങ്കിൽ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയോ എനിക്ക് ചെങ്ങാതി ഇത് കൂടുതലായിട്ട് പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ സംഗതി എന്ത് ചെയ്യാം, നേരെ പല അസോസിയേഷൻസിലൂടെ അമ്മയെ കൊടുക്കാം, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡയറക്ടർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, കുറേ സാധനങ്ങളുണ്ടല്ലോ, ട്രേഡ് യൂണിയൻ, ഇവിടെ എവിടെയെങ്കിലും കൊടുത്താൽ പോലെ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഒരു പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കടമയാണ്. അയാൾ അഭിനയിച്ച ഒരു സിനിമ, അയാൾ അഭിനയിച്ച ഒരു പ്രൊഡക്റ്റ്, അയാൾ ഭാഗമായൊരു പ്രൊഡക്റ്റ് അയാൾ അയാളുടെ ഹാൻഡിൽസ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ത്രൂ പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഇൻ്റർവ്യൂസിന് വരിക, എല്ലാം ആ സിനിമയുടെ OTT റിലീസ് ചെയ്യുന്ന സമയമടക്കം പ്രൊമോഷൻ പർപ്പസിന് അവരുടെ ഹാൻഡിൽസ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു എഗ്രിമെൻറ്റിലുള്ളതാണ്. സോ ഇത് എഗ്രിമെൻറ്റ് ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഈ 100 ചാനൽ ഇൻ്റർവ്യൂസിന് പകരം ഒറ്റയടിക്കൊരു കേസായിട്ട് പോയാൽ കാര്യങ്ങൾ മാറുമായിരുന്നു. ഓക്കെ, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് കിട്ടാതെ ക്യാരവനിൽ നിന്നും പുറത്തിറങ്ങാതെ കൃത്യസമയത്ത് ഷൂട്ടിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എൻ്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേന പുതുമുഖം പെൺകുട്ടിയുമായ എൻ്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവവും ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അംഗമായ അമ്മ അസോസിയേഷൻ പരാതിക്കത്ത് ഇതിനകം നൽകിയിട്ടുണ്ട്. ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എൻ്റെ തീരുമാനം. ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽസ്, വ്ളോഗേഴ്സ് എന്നിവരെ നിയമപരമായി അവർക്കെതിരെ നിയമപരമായിട്ട് നീങ്ങും. അത് ശരി, അങ്ങനെയായ വിഷയം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ എനിക്കിത് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനിത് കണ്ട പാടെ തന്നെ കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു റീസൺ കാണൂടെ, ചുമ്മാ കയറിയിട്ട് ആരും. കാരണം ഇപ്പോൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. അവർ ഈ ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ പ്രൊമോഷൻസ് അവർ കൃത്യമായി ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു. ഇത് ഒരുപാട് പേർക്കെതിരെ വന്നിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബനെതിരെ വന്നിട്ടുണ്ട്, കുറേ പേർക്കെതിരെ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് കൃത്യമായ റീസണിങ് എന്താണെന്നുണ്ടെങ്കിലും ഈ നടൻ്റെയോ നടിയുടെയോ ഭാഗത്തുനിന്ന് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചാനലുകാരും കൂടി ഇത് ഫ്ലയർ അപ്പ് ചെയ്ത സമയത്ത്
ദീപു കരുണാകരനും വിചാരിച്ച് കാണും നല്ല പരിപാടിയാണ്, സിനിമയ്ക്ക് ഇതിലും നല്ലൊരു റീച്ച് കിട്ടാനില്ല, ഇതിലും നല്ലൊരു പ്രൊമോഷൻ കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ അനശ്വര എഴുതിയ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് ജൂനിയർ ആയതുകൊണ്ട് ഇന്ന് എടുത്തിട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇയാളെല്ലാ ചാനലും കയറി അലക്കിയത്. എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റു കമ്മിറ്റ്മെൻറ്റുകൾ ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ്. ഈ വർഷം ഇറങ്ങിയ എൻ്റെ 3 സിനിമകളുടെ പ്രൊമോഷനുകളും ഭാഗമായി കഴിഞ്ഞ 3 മാസങ്ങളായി മറ്റു കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച് പ്രൊമോഷൻ പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമായിരുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷന് പങ്കെടുക്കുന്ന ആ സിനിമയുമായുള്ള എൻ്റെ കരാറിലുപരി അതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യം വ്യക്തിയാണ് ഞാൻ. നന്ദി, അനശ്വര രാജൻ. നന്നായിട്ടോ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. കാരണം എന്താ പറയുക, കുറച്ചായിട്ട് എനിക്ക് പേഴ്സണലി അനശ്വര രാജനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് അവർ. അനശ്വര രാജൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ എനിക്ക് തോന്നുന്നത് എവിടെയോ കുത്താൻ വേണ്ടി കുറേ ടീം നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ദീപു കരുണാകരൻ്റെ ഈ ഒരു സീനും ആകെ മൊത്തത്തിൽ അനശ്വര രാജൻ ഇങ്ങനെ ഒരാളാണ്, കുറച്ച് അഹങ്കാരിയാണ്, ജാടയാണ്, 10 സിനിമ കിട്ടി, അത് 2-3 സിനിമ ഹിറ്റായ സമയത്തോട് കൂടിയിട്ട് ഇവർക്ക് അങ്ങോട്ട് കയറി എന്നുള്ള രീതിയിൽ അനശ്വര രാജനെ എവിടെയോ കുറച്ചൊന്ന് ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം PR ടീമുകൾ ഇതിനിടയിൽ കയറി കളിച്ചോ എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അനശ്വര രാജന് പാർവതിയുടെ ഗതി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ. ഓക്കെ, ഇതാണ് ഈ അനശ്വര രാജൻ്റെ പോസ്റ്റിലൂടെ. പിന്നെ അവർ അതിൻ്റെ സ്ക്രീൻഷോട്ടും സാധനങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. സോ എനിക്ക് ഈ മൊത്തം കോൺട്രവേഴ്സിയിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപു കരുണാകരൻ ആദ്യം ഒന്നും ആരുടെയും പേര് പറഞ്ഞില്ല. പിന്നെ കുറേ പേരുമായിട്ട് ഈ സിനിമയുടെ സമയത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ ആ കുറേ പേരിൽ നിന്ന് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അനശ്വര രാജനെ എടുത്തു വെച്ചിട്ട് അണ്ട് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ചൊന്നും അതിന് റിയാക്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അനശ്വര രാജൻ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു എന്താ പറയുക മൂവി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് സാധനം ഇട്ടില്ല, സ്റ്റോറി ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ് അനശ്വര രാജനെ മെല്ലെ ഒന്ന് തോണ്ടി വിട്ടിട്ട് സിനിമ ഒന്ന് കയറ്റി വിടാമെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് ഇപ്പോൾ ദ്വീപ് വൈറലായി പോയി. എന്തായാലും അവസ്ഥ, നാട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നത്.